ഓം ശാന്തി. ഗീതാ രാജയോഗ ശിബിരത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ ആത്മപരമാത്മ ബന്ധത്തെക്കുറിച്ചും പരമാത്മാവിൻ്റെ ഭൂമിയിലെ കർത്തവ്യത്തെക്കുറിച്ചും നമ്മൾ വളരെ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരൻ ഭൂമിയിൽ വരികയും തൻ്റെ കർത്തവ്യങ്ങൾ ആരംഭിക്കുകയും ചെയ്ത ഒരു സംഗമ വേളയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ മനസ്സിലാക്കിയിരുന്നു. ഈശ്വരൻ ധർമ്മത്തിന്റെ അതിഗ്ലാനി സംഭവിക്കുന്ന സമയത്ത് ഭൂമിയിൽ അവതരിച്ച് ധർമ്മ പുനഃസ്ഥാപന ചെയ്യുന്നു. ഇതെവിടെയാ ചെയ്യുന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ധർമ്മത്തെ വീണ്ടും പുനഃസ്ഥാപിക്കുകയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണ് ധർമ്മം പോയിരിക്കുന്നത്. ലോകത്തിൽ ധർമ്മമില്ല, അർത്ഥം നമ്മുടെ ഉള്ളിൽ ധർമ്മമില്ല. അപ്പൊ നമ്മുടെ ഉള്ളിലാണ് ധർമ്മത്തെ പുനഃസ്ഥാപന ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിൽ ധർമ്മത്തെ പുനഃസ്ഥാപന ചെയ്യണമെങ്കിൽ നമ്മളെ വീണ്ടും ആത്മീയ അഭ്യസ്ത വിദ്യരാക്കി മാറ്റണം, ആത്മീയ ജ്ഞാനത്താൽ സമ്പുഷ്ടരാക്കി മാറ്റണം. അതുകൊണ്ട് ഈശ്വരൻ ധർമ്മ പുനഃസ്ഥാപന ചെയ്യുവാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? ജ്ഞാനം നൽകുന്നു. അതാണ് ഈശ്വരൻ ചെയ്യുന്നത്. ജ്ഞാനം നൽകി ആത്മാവിന്റെ യോഗം പരമാത്മാവിലേക്ക് വീണ്ടും യോജിപ്പിക്കുന്ന പ്രക്രിയയാണ് ഈശ്വരൻ ചെയ്യുന്ന കർത്തവ്യം. അതിന്റെ പേരാണ് രാജയോഗ വിദ്യ. അതുകൊണ്ട് ഈശ്വരൻ ഇങ്ങനെയൊരു ജ്ഞാനം പ്രദാനം ചെയ്യുവാനായി ഭൂമിയിൽ സന്നിഹിതനായിരിക്കുകയാണ്. ഈശ്വരൻ ഭൂമിയിൽ സന്നിഹിതനായി എന്നതിന്റെ തെളിവ് എന്തായിരിക്കും? ജ്ഞാനം നൽകാൻ തുടങ്ങി. 1936 തുടങ്ങി. ഈശ്വരൻ നൽകുന്ന ജ്ഞാനം കൊണ്ട് ഒരു ജ്ഞാനയജ്ഞവും തുടങ്ങി. അത് തന്നെയാണ് പ്രജാപിതാ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിച്ച് ആത്മീയമായ ഉയർച്ചയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരന്റെ മഹാവിദ്യാലയം. ഈശ്വരൻ ചെയ്തുകൊണ്ടിരിക്കുക ഈ വിദ്യാലയത്തിലൂടെ, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞു, പക്ഷെ പലർക്കും ഇത് അറിയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കണ്ണില്ല, മൂന്നാമത്തെ കണ്ണില്ല, ജ്ഞാനചക്ഷുസില്ല. അതാണ് നമുക്ക് ആവശ്യം. ജ്ഞാനചക്ഷുസ് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പരിശ്രമം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജ്ഞാനചക്ഷുസ് ലഭിച്ച എത്രയോ പേർ ഈശ്വരനെ നേരിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യം നിങ്ങൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വന്നാൽ നിങ്ങൾക്ക് തന്നെ കാണാം. ഈശ്വരനെ തന്റെ യഥാർത്ഥ രൂപത്തിൽ സ്മരിച്ച് പാവനമായി മാറി വരാനിരിക്കുന്ന യുഗപരിവർത്തനത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ആ ഒരു പരിശ്രമം സർവരെ കൊണ്ടും ചെയ്യിപ്പിക്കുകയാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം. ഇതൊരു യജ്ഞമാണ്, ജ്ഞാനം കൊണ്ട് നിർമ്മിച്ച യജ്ഞം. ജ്ഞാനവും യോഗവുമാകുന്ന അഗ്നിയാണ് ഇവിടെ ജ്വലിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ യജ്ഞത്തിൽ സമർപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ദുർവികാരങ്ങളെയാണ്. ഈ യജ്ഞത്തിന്റെ പ്രസാദം എന്ന് പറയുന്നത് സദ്ഗുണങ്ങളാണ്. ഈ യജ്ഞം കൊണ്ട് നമുക്കുണ്ടാകുന്ന ഉപകാരം നരൻ നാരായണനാകുന്നു, നാരി ശ്രീ ലക്ഷ്മിയാകുന്നു, നമ്മുടെ ലോകം വൈകുണ്ഠമാകുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു പ്രതിഭാസം ഇവിടെ ഒട്ടും ബഹളവും കൊട്ടും കുരവയുമില്ലാതെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. 75 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. ഇത് മനസ്സിലാക്കുവാൻ വളരെ വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഈശ്വരനോടുള്ള പ്രീതിയും വാസ്തവത്തെ തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും മാത്രം മതി. പല ശ്ലോകങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈശ്വരൻ ഭൂമിയിൽ വരുന്നതും പ്രവർത്തിക്കുന്നതും എങ്ങനെയൊക്കെയാണ്, അതിൻ്റെതായ രീതികൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കൂട്ടത്തിലേക്ക് ഒരു ശ്ലോകം കൂടി നമുക്കിപ്പോൾ കേൾക്കാം. ഗീതയിലെ 9-ാം അധ്യായത്തിലെ 10-ാം ശ്ലോകമാണിത്. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗദ്വിപരിവർത്തതേ. അതായത് എന്റെ അധ്യക്ഷതയിൽ പ്രകൃതി പുതിയതാകുന്നു. ഇതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈശ്വരൻ വന്നു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ പറയുകയാണ്. എന്റെ അധ്യക്ഷതയിൽ പ്രകൃതി പുതിയതാകുന്നു, അത് വീണ്ടും പ്രവർത്തിക്കുന്നു. അതായത് ഭഗവാന്റെ അധ്യക്ഷതയിലാണ് ഈ പ്രപഞ്ച പ്രകൃതി വ്യവസ്ഥ വീണ്ടും പുതിയ രീതിയിലാകുന്നത്. കലിയുഗത്തിലെ വ്യവസ്ഥ സത്യയുഗീ വ്യവസ്ഥയായി മാറുന്നത്. അത് പുതിയതാകുന്നു, പിന്നീട് അത് വീണ്ടും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു, പുതിയതായി മാറിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു.
എന്നാണ് ഇനി ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എൻ്റെ അധ്യക്ഷതയിൽ പുതിയ പ്രകൃതി ഉണ്ടാവുന്നു, അത് വീണ്ടും പ്രവർത്തിക്കുന്നു, ഇതുപോലെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഒരുപാട് തവണ കൽപ്പകൽപ്പങ്ങളിൽ ഭഗവാൻ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോഴൊക്കെ കലിയുഗത്തെ സത്യയുഗമാക്കി മാറ്റിയിട്ടുമുണ്ട്. കൽപ്പകൽപ്പം ഭഗവാൻ ഈ ജ്ഞാനവും നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. ഭഗവാൻ ഇവിടെ പറയുന്നത് എൻ്റെ അധ്യക്ഷതയിൽ ഈ പ്രപഞ്ചത്തിന്റെ ഈ വ്യവസ്ഥ വീണ്ടും പുനരാവർത്തിക്കുന്നു. പല തവണ ഇത് പുനരാവർത്തിക്കുന്നുണ്ട്. ഭഗവാൻ എവിടെയോ ഇരുന്നിട്ടല്ല ഈ പ്രപഞ്ച വ്യവസ്ഥയെ പുനരാവർത്തിപ്പിക്കുന്നത്. അധ്യക്ഷതയിൽ, എൻ്റെ അധ്യക്ഷതയിൽ എന്നാ പറയുന്നത്. അധ്യക്ഷൻ എവിടെ വേണം? വേദിയിൽ വേണം. ഭൂമിയാണ് വേദി ഇവിടെ. ഈ ഭൂമിയിൽ അധ്യക്ഷൻ വന്നിട്ട് തന്നെയാണ് ഈ പുനരാവർത്തനം ചെയ്യുന്നത്. എന്നിട്ടും ഈ അധ്യക്ഷനെ ആരും മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ വന്ന് ഇതൊക്കെ ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ മുന്നിൽ മനുഷ്യനാൽ വരുത്തിവെക്കാൻ പോകുന്ന ഒരു മഹാവിനാശം കാത്തു നിൽക്കുകയാണ്. മനുഷ്യനാൽ ആരംഭിച്ച് മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന മഹാവിനാശം. ഈ ന്യൂക്ലിയർ ആയുധങ്ങളും അണുബോംബുകളും എല്ലാം നിർമ്മിച്ചെടുത്തു വെച്ചിരിക്കുന്നത് മനുഷ്യരാശിയെ മുഴുവൻ നശിപ്പിച്ചു കളയുക എന്ന ഒരു കാര്യത്തിന് വേണ്ടി തന്നെയാണ്. ഇതെല്ലാം കാഴ്ചവസ്തുവല്ല. ഇവയെല്ലാം മനുഷ്യന് അത്യാപത്ത് വിതയ്ക്കുവാൻ വേണ്ടി, അതായത് തീമഴ പെയ്യുക എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്താ തീമഴ? ഇതുതന്നെ ബോംബുകൾ തന്നെ. മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്ന ആണവായുധങ്ങളെല്ലാം മനുഷ്യന് തന്നെ മഹാവിപത്ത് ഒരുക്കി കാത്തിരിക്കുകയാണ്. പിന്നെ ആണവായുധങ്ങളിൽ നിന്ന് ആരംഭിച്ചാൽ പ്രകൃതി അതിനെ ഏറ്റെടുക്കുകയും പ്രകൃതി ഒരു മഹാവിപത്തിലേക്ക് മനുഷ്യനെ വലിച്ചെറിയുകയും ചെയ്യും. ഇങ്ങനെ ഈ കലിയുഗത്തെ നാമാവശേഷമാക്കി ഒരു സത്യയുഗത്തെ പുനർസ്ഥാപിക്കുവാൻ ഈശ്വരൻ ഇവിടെ അധ്യക്ഷനായി വന്നിരിക്കുന്നു. എന്നാൽ തന്റെ ശ്രേഷ്ഠരായ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി ഈശ്വരൻ മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു, ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. കാരണം ഈശ്വരന് കലിയുഗത്തെ സത്യയുഗമാക്കി പ്രകൃതിയെ മാറ്റുക എന്നുള്ളത് കുറച്ചു ചെറിയ പണിയാണ്. അത് ഈശ്വരന് വേഗം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കലിയുഗം സത്യയുഗമായി മാറുന്നതിനൊപ്പം സ്വഭാവ വിശേഷതകൾ കൊണ്ട് കലിയുഗത്തിലെ അസുരസമാനനായ മനുഷ്യൻ സത്യയുഗത്തിലെ ദേവീദേവന്മാരായി മാറണം. ഇത് നമ്മളുടെ ഈ പാന്റും ഷർട്ടും അഴിച്ചു വെച്ചിട്ട് നമ്മൾ പട്ടുവസ്ത്രവും മണിമാലകളും കിരീടവും ധരിച്ചതുകൊണ്ട് നമ്മൾ ദേവീദേവന്മാരാകില്ല. നമ്മളുടെ ചിത്രവും ദേവീദേവന്മാരുടെ ചിത്രവും എടുത്ത് താരതമ്യം ചെയ്തു നോക്കുക, മുഖത്തെ ദിവ്യത മനസ്സിലാക്കുവാൻ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ദിവ്യതയെ വീണ്ടും നിറയ്ക്കണം. ആത്മാവിലെ ദിവ്യ ഗുണങ്ങളെ പുറത്തെടുക്കണം. അഷ്ടൈശ്വര്യങ്ങളെയും സപ്തഗുണങ്ങളെയും അഷ്ടശക്തികളെയും പുറത്തെടുക്കണം. ഇതിനുവേണ്ടി പരമാത്മാവുമായി നമ്മുടെ സംയോജനം വേണം, മനോബുദ്ധികളുടെ സംയോജനം. ഇതിനുവേണ്ടിയാണ് ഈശ്വരൻ അധ്യക്ഷനായിരിക്കുന്നത് ഇവിടെ. പ്രകൃതിയെ പരിവർത്തനപ്പെടുത്തുവാൻ ഈശ്വരൻ ഇവിടെ സന്നിഹിതനാവണമെന്നില്ല. എന്നാൽ തന്റെ മക്കളെ പരിവർത്തനപ്പെടുത്തുവാനാണ് സന്നിഹിതനാകേണ്ടത്. അപ്പോൾ ചിലർക്കൊരു ചോദ്യം ഉദിച്ചേക്കാം, ഈശ്വരൻ സർവശക്തിവാനല്ലേ? ഈശ്വരൻ നമ്മളെ പരിവർത്തനം ചെയ്യുവാൻ, നമ്മളിലെ ഓരോരുത്തരിലെയും സ്വഭാവ വിശേഷങ്ങളെ പരിവർത്തനം ചെയ്യുവാനുള്ള ജ്ഞാനം നൽകുവാൻ എന്തിനാ ഭൂമിയിൽ തന്നെ വരുന്നത്? ഈശ്വരൻ അത് ദൂരെ ഇരുന്നിട്ടും ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ചേക്കാം. നമ്മൾ ഈ പുരാണ സീരിയലുകളിലൊക്കെ കാണുന്ന പോലെ ഈശ്വരൻ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ അശരീരി പറയുക. ഈശ്വരന് പറ്റായൊന്നുമില്ല. വേണമെങ്കിൽ ഈശ്വരൻ ചിന്തിച്ചാൽ എന്തും പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു അശരീരി വന്നാൽ തന്നെ അതിനെ തിരിച്ചറിയാനുള്ള ശക്തിയും ഇത് ഈശ്വരൻ എന്നോട് പറയുകയാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവും ഇന്നത്തെ കാലത്തെ മനുഷ്യർക്കുണ്ടോ? അതൊന്ന് ചിന്തിക്കൂ. അതിനുശേഷമല്ലേ ഈശ്വരൻ അത് പറയുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ അങ്ങനെയുള്ള അത്ഭുത മാർഗങ്ങളൊന്നും അല്ല സ്വീകരിക്കുന്നത്. ഈശ്വരൻ വളരെ സർവ്വസാധാരണമായി ആരും ചിന്തിക്കാൻ സാധ്യതയില്ലാത്ത ഒരു രീതിയിലാണ് ഈശ്വരൻ ജ്ഞാനം ഭൂമിയിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതൊരു അത്ഭുതം കൂടിയാണ്. ഇതിനെക്കുറിച്ച് വരുന്നൊരു ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാം. പക്ഷെ അതിനു മുൻപ് ഈശ്വരൻ ഇങ്ങനെ ഒരു ജ്ഞാന വിപ്ലവം ഭൂമിയിൽ തുടങ്ങിയിട്ട്, ജ്ഞാനം കൊണ്ടുള്ള ഒരു പ്രബോധനം ഭൂമിയിൽ ആരംഭിച്ചിട്ട്, ഇത് പലരും മനസ്സിലാക്കാതെ പോയതിന് പിന്നിൽ ആരാണ് ഉത്തരവാദി? ഇത് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ടാണ് അടുത്തൊരു ശ്ലോകം, 9-ാം അധ്യായത്തിലെ 11-ാം ശ്ലോകം. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം. അവജാനന്തി മാം മൂഢ മാനുഷീം തനുമാശ്രിതം പരം ഭാവമജാനന്തോ മമ ഭൂതമഹേശ്വരം എന്നാണ് പറയുന്നത്. ഈ ശ്ലോകത്തെ നമ്മൾ വളരെ അടുത്ത് പരിചയപ്പെടണം. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മളാരും ഇത്ര കാലം അറിഞ്ഞില്ല? ഈ ജ്ഞാനരത്നങ്ങൾ എന്തുകൊണ്ട് നമ്മൾക്ക് കിട്ടിയില്ല? ഇതിന് പിന്നിൽ ഒരു കാരണമുണ്ട്.
പലരും ഈ കാര്യം അറിഞ്ഞിട്ടും അവഗണിക്കുന്നുമുണ്ട്. അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഈ ശ്ലോകം ഒന്ന് നന്നായി വിലയിരുത്താം. അവജാനന്തി മാം മൂഢ എന്ന് വെച്ചാൽ മൂഢന്മാർ എന്നെ അവഗണിക്കുന്നു. എന്തുകൊണ്ടാണ് അവഗണിക്കുന്നത് എന്ന് വെച്ചാൽ മാനുഷീം തനുമാശ്രിതം, മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ട്. അപ്പോൾ മനസ്സിലായോ ഈശ്വരൻ എങ്ങനെയാണ് ഈ കർത്തവ്യം ചെയ്യുന്നത്? ഏതോ ഒരു മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചിട്ടാണെന്നുള്ളത് മനസ്സിലായല്ലോ. അപ്പോൾ മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നത് കാരണത്താൽ മൂഢന്മാരായ മനുഷ്യർ എന്നെ അവഗണിക്കുന്നു. എന്തുകൊണ്ടെന്നറിയോ? അവർ ഈ ആശ്രയിച്ചിരിക്കുന്ന മനുഷ്യ ശരീരത്തെ മാത്രമേ കാണുന്നുള്ളൂ. ഏതോ ഒരു മനുഷ്യൻ എന്നേ കാണുള്ളൂ. അവർക്ക് എന്തറിയുന്നില്ല? ഇതിനെ ആശ്രയിച്ചിരിക്കുന്ന ആ ആളെ അറിയുന്നില്ല, ഈശ്വരനെ മനസ്സിലാക്കുന്നില്ല. പരംഭാവമജാനന്ദോ മമ ഭൂതമഹേശ്വരം എന്നാണ് പറയുന്നത്. എന്റെ പരമമായ ഭൂതമഹേശ്വര ഭാവത്തെ അറിയാത്തത് കാരണത്താൽ മൂഢന്മാരായ മനുഷ്യർ ഞാൻ മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചിരിക്കുന്നത് കണ്ട് എന്നെ അവഗണിക്കുന്നു. മനസ്സിലായോ? ഇതുതന്നെയാണ് പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന ഏറ്റവും മഹത്തായൊരു സത്യം. ഈ സത്യം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു 75-76 വർഷം പിറകിലേക്ക് പോകണം. 1936 മുതൽ പ്രജാപിത ബ്രഹ്മാ ബാബ എന്ന വ്യക്തിയുടെ ശരീരത്തിലൂടെ ആരാണ് ഈ മഹാപ്രസ്ഥാനത്തിലേക്ക് ജ്ഞാനഗംഗാ പ്രവാഹം ഒഴുക്കുന്നത്? ഒരു മനുഷ്യനാലും തിട്ടപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത അത്രയും ഗഹനമായ ജ്ഞാനരത്നങ്ങളുടെ വൻ ശേഖരണം ഈ ഈശ്വരീയ വിദ്യാലയത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് ആരാണ് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യരാശിക്ക് വേണ്ടി? ഇത് മനസ്സിലാക്കണം. ഇതൊരു മനുഷ്യനല്ല ചെയ്യുന്നത്. പ്രജാപിത ബ്രഹ്മാ ബാബ എന്ന ഒരു സ്ഥാപക പിതാവിനെ നിങ്ങൾക്ക് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വന്നാൽ പരിചയപ്പെടാൻ പറ്റും. അദ്ദേഹം ഇപ്പോഴില്ല. 1969 അദ്ദേഹത്തിന്റെ വ്യക്തദേഹം ഇല്ലാതെയായി. എന്നാൽ കൂടെ അദ്ദേഹത്തെ നിങ്ങൾക്ക് അവിടെ ചിത്രരൂപത്തിലെല്ലാം കാണാൻ സാധിക്കും. പക്ഷേ ആ വ്യക്തിയല്ല ഈ പ്രസ്ഥാനത്തിന്റെ സർവോന്നത സ്ഥാനത്തിരിക്കുന്നത്. ആ വ്യക്തിയുടെ ശരീരം ഉപയോഗിച്ച് സാക്ഷാൽ ജഗദീശ്വരൻ നയിക്കുന്ന ജ്ഞാനയജ്ഞമാണ് ഈ വിദ്യാലയം, ഈശ്വരന്റെ വിദ്യാലയം. ദാദാ ലേഖരാജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു ധനാഢ്യനും കുലീനനുമായ പരമഭക്തനുമായ ഒരു വജ്രവ്യാപാരിയായ സാധാരണ ഗൃഹസ്ഥനെ ജ്ഞാനവും യോഗവും നൽകി പ്രജാപിത ബ്രഹ്മ എന്ന് പുനർനാമകരണം ചെയ്ത് അദ്ദേഹത്തിലൂടെ ബ്രഹ്മാകുമാരി കുമാരന്മാർ എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക ജനസമൂഹത്തെ തന്നെ നിർമ്മിച്ചെടുത്ത് ശ്രേഷ്ഠമായ ജീവിതം അവരെ പഠിപ്പിച്ച് പുതിയ ലോകത്തിനു വേണ്ടിയുള്ള പരിശ്രമം ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ലോകം നിർമ്മിക്കുവാനുള്ള പരിശ്രമവും പുതിയ ലോകത്തിൽ ജീവിക്കുവാനുള്ള പരിശീലനവും, ഇത് രണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് ആരറിയുന്നു? ഇതാണ് ഈ ശ്ലോകത്തിലെ ചോദ്യം. അതാണ്, എന്റെ പരമമായ ഭൂതമഹേശ്വര ഭാവത്തെ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്തത് കാരണത്താൽ മൂഢമതികളായ മനുഷ്യർ ഞാനൊരു മനുഷ്യ ശരീരത്തെ ആധാരമാക്കിയ ആ രംഗം കണ്ട് എന്നെ അവഗണിക്കുന്നു എന്നാ പറയുന്നത്. ഇവിടെ പ്രജാപിത ബ്രഹ്മാബാബയുടെ മനുഷ്യ ശരീരത്തെ ആധാരമാക്കി ഭഗവാൻ ആ ശരീരത്തെ ഒരു മീഡിയം ആയി ഉപയോഗിച്ചുകൊണ്ട് നാം ഓരോരുത്തരെയും പഠിപ്പിക്കുകയാണ് ഈ വിശ്വവിദ്യാലയത്തിലൂടെ. ഈ മഹാത്ഭുതം കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ വരിക തന്നെ വേണം, എന്നാലേ അത് അറിയുകയുള്ളൂ. ഒരു പരിധിവരെ ചില മനുഷ്യർ ഇത് മനസ്സിലാക്കാഞ്ഞിട്ടും മറ്റു ചില മനുഷ്യർ ഇത് മനസ്സിലാക്കിയിട്ട് പോലും, ചിലരെല്ലാം അങ്ങനെയാണ്, ഇത് ചിലരൊക്കെ കുറച്ച് തിരിച്ചറിഞ്ഞിട്ടും ഇത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുമോ, ഇതെന്റെ ഭൗതിക ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയെ ബാധിക്കുമോ എന്ന് ഭയന്ന് അകന്നു നിൽക്കുന്നവരുമുണ്ട്. മനസ്സിലാക്കിയിട്ടും മനസ്സിലാക്കാത്തവരെ പോലെ നടിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് കൂടി വേണ്ടി അടുത്ത 2 ശ്ലോകങ്ങൾ ഇവിടെ ഭഗവാൻ ഗീതയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഗീതയിലെ 9-ാം അധ്യായത്തിലെ 12-ാം ശ്ലോകവും 13-ാം ശ്ലോകവും. മോഘാശ മോഘകർമാണോ മോഘജ്ഞാന വിചേതസ രാക്ഷസീമാസുരീം ചൈവ പ്രകൃതിം മോഹിനീം ശ്രിതാ മഹാത്മാനസ്തു മാം പാർത്ഥ ദൈവീം പ്രകൃതിമാശ്രിത ഭജന്ത്യനന്യമനസോ ജ്ഞാത്വാ ഭൂതാദിമവ്യയം. ഈ ആദ്യ ശ്ലോകത്തിൽ പറയുന്നത് വ്യാമോഹം കൊണ്ട് നടക്കുന്നവർ, വ്യാമോഹത്തെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നവർ നിഷ്ഫലമായ ജ്ഞാനം കൊണ്ടും സംഭ്രമം പൂണ്ട മനസ്സുകൊണ്ടും ആസുരീയവും അന്ധവുമായ ആശയങ്ങളിൽ വിശ്വസിച്ച് അവയിൽ ആകൃഷ്ടരായി
ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർക്ക് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ താല്പര്യമില്ല. അവരുടെ വ്യാമോഹം നടക്കണം, പിന്നെ അവരുടെ സംഭ്രമം പൂണ്ട മനസ്സിനെ തൃപ്തിപ്പെടുത്തണം. ഈ രണ്ട് കാരണത്താൽ ആസുരീയവും അന്ധവുമായ ആശയങ്ങളിലായിരിക്കും അവർക്ക് വിശ്വസിക്കാൻ താല്പര്യം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ശ്ലോകത്തിൽ ഭഗവാൻ മുന്നറിയിപ്പ് തരികയാണ്, അവർ എല്ലാം പാഴാക്കിക്കളയുന്ന മാർഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാം പാഴായി പോവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അതേസമയം ഇതിന്റെ തൊട്ടടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, വ്യാമോഹം ബാധിക്കാത്ത മഹാമനസ്സുള്ളവർ, അതായത് ദൈവീക പ്രഭാവത്തിൽ അവർ സുരക്ഷിതരാണ്. മഹാമനസ്സുള്ളവർ, മഹാന്മാരാകണ്ട, പക്ഷെ മനസ്സിൽ മഹത്തരം ഉണ്ടായാൽ മതി. അവർ സുരക്ഷിതരാണ് ദൈവീക പ്രഭാവത്തിൽ. എല്ലാത്തിൻ്റെയും അധികാരിയായ എന്നെ അറിഞ്ഞുകൊണ്ട് എന്റെ കാര്യത്തിലായിരിക്കും അവർ കൂടുതൽ നേരവും മുഴുകുന്നത്. അഥവാ അവരുടെ മനസ്സ് ഏത് കർമ്മം ചെയ്യുമ്പോഴും എന്നിൽ മുഴുകിയിട്ടുണ്ടായിരിക്കും എന്ന് ചുരുക്കം. അങ്ങനെയുള്ളവരാണ് ജ്ഞാനികൾ. ഈശ്വരനെ അവഗണിച്ച്, ഈശ്വരന്റെ ജ്ഞാനത്തെയും അവഗണിച്ച് വ്യാമോഹങ്ങളിൽ കുടുങ്ങി ജീവിക്കുന്നവർ അജ്ഞാനികൾ. സത്യത്തെ തിരിച്ചറിഞ്ഞ് ഈശ്വരന്റെ മാർഗം അവലംബിച്ചിരിക്കുന്നവർ ജ്ഞാനികൾ. ഇങ്ങനെ രണ്ടു കൂട്ടരെ ഈ ലോകത്തിലുള്ളൂ, ജ്ഞാനികളും അജ്ഞാനികളും. ഈശ്വരനെ അറിഞ്ഞ ഈശ്വരന്റെ മക്കളും ഈശ്വരനെ അറിയാത്ത ഈശ്വരന്റെ മക്കളും. ഇത്തരത്തിലുള്ള രണ്ടു കൂട്ടർ മാത്രമേ ഈ ലോകത്തിലുള്ളൂ. ഈ രണ്ടു കൂട്ടരെയും കുറിച്ചാണ് ഈ രണ്ട് ശ്ലോകങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഒരു ശ്ലോകത്തിലേക്ക് കടക്കാം. രാജവിദ്യ രാജഗുഹ്യയോഗം എന്ന് പറയുന്ന ഗീതയിലെ 9-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെ ഈശ്വരൻ നമുക്ക് ഈ ജ്ഞാനത്തെ എന്തിനു വേണ്ടിയാണ് പകർന്നു തരുന്നത്, അഥവാ പകർന്നു തന്നവർക്ക് എന്താ മെച്ചം, ഇതിനെക്കുറിച്ച് ഈശ്വരൻ തന്നെ പറയുകയാണ് ഈ ശ്ലോകത്തിൽ. ഗീതയിലെ 9-ാം അധ്യായത്തിലെ 1-ാം ശ്ലോകം ശ്രദ്ധിക്കൂ. ഇദം തു തേ ഗുഹ്യതമം പ്രവക്ഷ്യാമ്യനസൂയവേ ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷസ്യ അശുഭാത്. അതായത് ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് മുക്തമാകാൻ ഞാൻ നിനക്കൊരു വിദ്യ പറഞ്ഞു തരാം എന്ന് ഭഗവാൻ പറയുകയാണ്. അതായത് നമുക്ക് ഭഗവാൻ തരുന്ന ഈ വിദ്യ ഭൗതിക ജീവിത ക്ലേശങ്ങളിൽ നിന്ന് മുക്തമാകാൻ ഉതകുന്നതാണ്. ക്ലേശങ്ങളിൽ നിന്ന് മുക്തമാകാൻ നമ്മൾ മറ്റു പോംവഴികൾ ആലോചിക്കേണ്ട. ഈശ്വരൻ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ വഴിയിലൂടെ നമ്മൾ നടന്നാൽ മതി എന്നാണ് ഭഗവാൻ പറയുന്നത്. തൊട്ടടുത്ത ശ്ലോകത്തിൽ ഈ ജ്ഞാനത്തിന്റെ വിശേഷതകളെക്കുറിച്ച്, അഥവാ ഈ വിദ്യയുടെ മഹത്വത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ശ്രദ്ധിക്കൂ, 9-ാം അധ്യായത്തിലെ 2-ാം ശ്ലോകം. രാജവിദ്യാ രാജഗുഹ്യം പവിത്രമിദമുത്തമം പ്രത്യക്ഷാവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. അതായത് ഈ ജ്ഞാനം രാജവിദ്യയാണ്, അതീവ രഹസ്യവും പരമപവിത്രവുമാണ്. അത്രയും വലിയ ജ്ഞാനമാണെന്നാണ് പറഞ്ഞത്. ഇതാണ് രാജവിദ്യ എന്ന് വെച്ചാൽ നമ്മളെയൊക്കെ രാജാക്കന്മാരാക്കുന്ന വിദ്യ. ആത്മാവ് രാജാവായി ശരീരത്തിലെ പ്രജകളെ ഭരിക്കുന്ന വിദ്യ. ഇത് അത്രയും വലിയ വിദ്യയാണ്. ഇത് അതീവ രഹസ്യമാണ്. ഇത് പരമപവിത്രമാണ്. കാരണം പവിത്രരിലും പവിത്രമായ ഈശ്വരനാണ് ഈ ജ്ഞാനം നൽകുന്നത്. മറ്റൊന്ന്, ഇത് നേരിട്ട് ആത്മസാക്ഷാത്കാരം നേടാൻ ഉതകുന്ന മാർഗമാണ്. ഇതിങ്ങനെ പല പല പടികളിലൂടെ കയറണ്ട. ഇത് നേരിട്ട് ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തുന്ന മാർഗമാണ്. ഇത് ധർമ്മത്തിന്റെ പരിപൂർണതയാണ്. ഇത് അനുഷ്ഠിക്കുന്നവർ പൂർണ്ണമായും ധർമ്മിഷ്ഠരാണ്. അപ്പോ ധർമ്മ സംസ്ഥാപനം ചെയ്യണമെങ്കിൽ ഇത് അനുഷ്ഠിക്കണം എന്നർത്ഥം. ഇത് രാജവിദ്യ രാജഗുഹയോഗം രാജയോഗധ്യാനം ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ മറ്റൊരു വിശേഷത, ഇത് എളുപ്പം അനുഷ്ഠിക്കാവുന്നതും ആർക്കും എന്നും സന്തോഷത്തോടുകൂടി ചെയ്യാവുന്നതുമാണ്. ഇതാണ് ഏറ്റവും വലിയ കാര്യം. ഇത് ആർക്കും എളുപ്പം അനുഷ്ഠിക്കാം. ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതിന്റെ പിറകിൽ. ഇതൊരു സാധാരണ മനുഷ്യർക്ക് അനുഷ്ഠിക്കാം. നിങ്ങൾ ബ്രഹ്മകുമാരി ഈശ്വരീയ വിദ്യാലയത്തിൽ വന്നാൽ കാണാം, ഇവിടെ കൂടുതലും സാധാരണ മനുഷ്യരാണ്, വളരെ സാധാരണം. പക്ഷേ അവരുടെ അകത്ത് കിടക്കുന്ന ഈ ജ്ഞാനത്തിന്റെ വൈഭവം നിങ്ങൾക്ക് മറ്റാരുമായും താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ല. അവർ സാധാരണമാണെങ്കിലും അസാധാരണമാണ്. അപ്പൊ ഇത് വളരെ എളുപ്പമാണ്, എളുപ്പമായിട്ട് പഠിക്കാം. പിന്നെ ആർക്കും എപ്പോഴും എന്നും സന്തോഷത്തോടെ ചെയ്യാവുന്നതാണ്. ഇതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. നിങ്ങൾക്ക് ഇന്ന സമയത്ത് ചെയ്യാൻ പാടില്ല, ഇന്ന സമയത്ത് ഇതിനെ നിർത്തിവെക്കണം, ഇങ്ങനെയൊന്നുമില്ല. ഏത് തരത്തിലുള്ള ആളുകൾക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ആരെങ്കിലും മരിച്ചാലും ചെയ്യാം, ആരെങ്കിലും ജനിച്ചാലും ചെയ്യാം. ഈ അഭ്യാസത്തിന് മാത്രം ലീവില്ല, എല്ലാവർക്കും ചെയ്യാം. അല്ലെങ്കിലും ഈശ്വര ആരാധനയ്ക്ക് ലീവൊന്നുമില്ല.
ഈശ്വര ആരാധനയ്ക്ക് ഒരു ഹോളിഡേ ഇല്ല. എല്ലാ ദിവസവും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ മാത്രമേ ഈശ്വര ആരാധന എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു കാരണത്താലും മാറ്റിവെക്കേണ്ട ആവശ്യമില്ലാത്തത്. അങ്ങനെ ഒരു ജ്ഞാനമാണ് ഭഗവാൻ നമുക്ക് തരുന്ന ഈ ജ്ഞാനം, രാജയോഗ ജ്ഞാനം. അതുകൊണ്ട് ഇത്രയും മഹത്വമുള്ളതും എന്നാൽ വളരെ എളുപ്പമായതുമായ സഹജ രാജയോഗമാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്. ഇത് നമ്മുടെ വിദ്യാലയത്തിലെ എല്ലാ ശാഖകളിൽ നിന്നും നിങ്ങൾക്ക് എളുപ്പം പഠിക്കാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ബ്രഹ്മകുമാരീസിന്റെ ഏതെങ്കിലും ഒരു ശാഖയിൽ സന്ദർശിക്കുകയും പഠിക്കുകയും വേണം. അതിലൂടെയാണ് നിങ്ങൾക്കിതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾക്ക് അടുത്ത കൂടുതൽ ജ്ഞാനബിന്ദുക്കളുമായി മറ്റൊരു ഭാഗത്തിൽ കണ്ടുമുട്ടാം. ഇന്ന് വിടവാങ്ങുന്നു. ഏവർക്കും നമസ്കാരം. ഓം ശാന്തി. ആത്മജ്ഞാനബോധം കൺകളിൽ നവരത്നശോഭതൻ മുഖപ്രസാദം പരമാനന്ദഭാവം നയനയുക്തം ദിവ്യപൂർണപ്രഭാമയ സത്കടാക്ഷം അഷ്ടാധിപത്യ പ്രസരണപ്രകാശം നിത്യചൈതന്യ നിരാകാരസ്വരൂപം